നെതന്യാഹു കടുത്ത ദേഷ്യത്തിലാണ്. ഇസ്രായേലിനെ എന്തുകൊണ്ട് ട്രംപ് സമാധാന കരാറിൽ ഒരിടത്തും കൂട്ടിയില്ല? ട്രംപ് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ? ഇസ്രായേൽ എതിർത്താൽ ഈ കരാർ പൊളിയുമോ? ട്രംപ് ഒടുവിൽ നെതന്യാഹുവിനെ കൈയൊഴിയുകയാണോ? അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ലോകം ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ഇസ്രായേൽ എവിടെ? എന്തുകൊണ്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ മഹാ ഉടമ്പടിയിൽ ഇസ്രായേലിനെ ഒരിടത്തും ഉൾപ്പെടുത്താത്തത്? അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇസ്രായേലിനെ ഡൊണാൾഡ് ട്രംപ് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ? ഇറാനുമായി ട്രംപ് കൈകോർക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ദേഷ്യത്തിലാണ്. ഈ കരാറിനെ ഇസ്രായേൽ എങ്ങനെ കാണുന്നു? അവരെ ഇതെങ്ങനെ ബാധിക്കും? ഇസ്രായേൽ ഇതിനെതിരെ തിരിഞ്ഞാൽ കരാർ പൊളിയുമോ? ട്രംപ് ഒടുവിൽ നെതന്യാഹുവിനെ കൈയൊഴിയുകയാണോ? ചോദ്യങ്ങളേറെയാണ്. ഓരോന്നായി പരിശോധിക്കാം. ഇസ്രായേലിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയാണ് അമേരിക്കയും ഇറാനും ഈ കരാറിലേക്ക് എത്തിയത്. ലെബനനിലെ വെടിനിർത്തലും ഇറാന്റെ ആണവ നിയന്ത്രണവുമെല്ലാം കരാറിലുണ്ട്. പക്ഷേ ഇതിലൊന്നും ഇസ്രായേലിന്റെ ഒപ്പില്ല. എന്തുകൊണ്ടാണ് ട്രംപ് ഇസ്രായേലിനെ ഇതിൽ കൂട്ടാത്തത്? കാരണം ലളിതമാണ്. ഇസ്രായേലിനെ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ കരാർ ഒരിക്കലും നടക്കില്ലായിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർക്കണമെന്നാണ് നെതന്യാഹുവിൻ്റെ ആവശ്യം. എന്നാൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാനാവില്ലെന്ന് 3 മാസം കൊണ്ട് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബിസിനസ്സുകാരനായ ട്രംപിന് യുദ്ധം എങ്ങനെയും അവസാനിപ്പിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ലോക സാമ്പത്തിക രംഗം തലയും കുത്തി വീഴുമെന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് ഇസ്രായേലിനെ മാറ്റി നിർത്തി ഇറാനുമായി ട്രംപ് നേരിട്ട് ഡീൽ ഉറപ്പിച്ചു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായി യുദ്ധം നിർത്താൻ ഇസ്രായേൽ ഒട്ടും തയ്യാറല്ല. കരാർ വാർത്തകൾ വന്ന അവസാന മണിക്കൂറിലും ഇസ്രായേൽ ബെയ്റൂട്ടിൽ കടുത്ത ആക്രമണം നടത്തിയത് ഈ ചർച്ചകൾ അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ട്രംപും ഇറാനും ആ കെണിയിൽ വീണില്ല. അവർ കരാറുമായി മുന്നോട്ടു പോയി. ഇസ്രായേൽ മന്ത്രിമാർ പരസ്യമായി തന്നെ ഈ കരാറിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇസ്രായേലിനെ ഈ കരാർ എങ്ങനെ ബാധിക്കും? ഇതെന്തുകൊണ്ട് അവർക്ക് വലിയൊരു തിരിച്ചടിയാകുന്നു എന്ന് നോക്കാം. ഈ കരാർ പ്രകാരം ഇറാനുമേലുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ നീങ്ങും. ഇറാന്റെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ അവർക്ക് തിരികെ കിട്ടും. ഇസ്രായേൽ ഭയപ്പെടുന്നതും ഇതുതന്നെയാണ്. പണം തിരിച്ചു കിട്ടുന്നതോടെ ഇറാൻ കൂടുതൽ ശക്തരാകും. തങ്ങളുടെ അതിർത്തിയിലുള്ള ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇറാൻ വീണ്ടും വലിയ തോതിൽ സഹായം എത്തിക്കുമെന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്ന ഒന്നാണ് ഈ കരാർ എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ കടുത്തൊരു നിലപാടിലേക്ക് നീങ്ങുകയാണ്. നെതന്യാഹു ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അവർ യുദ്ധം നിർത്താൻ തയ്യാറില്ലെന്നാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ എന്ത് കരാറുണ്ടാക്കിയാലും ഞങ്ങളുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ ആക്രമണം തുടരും, ഇതാണ് ഇസ്രായേലിന്റെ ലൈൻ. പക്ഷേ അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഇസ്രായേലിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഇനി നമുക്ക് ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്ക് വരാം. ഇസ്രായേൽ ഈ കരാറിനെ ശക്തമായി എതിർത്താൽ എന്ത് സംഭവിക്കും? ട്രംപ് നെതന്യാഹുവിനെ കൈയൊഴിയുമോ? ഇവിടെ 2 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തെ സാധ്യത, ട്രംപ് നെതന്യാഹുവിനെ പൂർണ്ണമായി കൈയൊഴിയില്ല, പക്ഷേ ശക്തമായി നിയന്ത്രിക്കും. നെതന്യാഹുവിനെ കൈകാര്യം ചെയ്യാൻ പാടാണെന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച കരാർ ഒപ്പുവെച്ചതിന് ശേഷം ലെബനനിലെ ആക്രമണം നിർത്താൻ ട്രംപ് ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തും. മാത്രമല്ല, യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിന് നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ സാമ്പത്തിക സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയേക്കാം. അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനാകില്ല. അതുകൊണ്ട് നെതന്യാഹുവിന് ഒടുവിൽ ട്രംപിന്റെ വഴിക്ക് വരേണ്ടി വരും. രണ്ടാമത്തെ സാധ്യത, ഇസ്രായേൽ അമേരിക്കയെ പോലും വെല്ലുവിളിച്ച് മുന്നോട്ടു പോകുന്നു. തങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ലെബനനിലും ഇറാന്റെ ആണവ നിലയങ്ങളിലും നേരിട്ട് ബോംബിടുന്നു. അങ്ങനെ സംഭവിച്ചാൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുന്ന സമാധാന കരാർ ഉടൻ തന്നെ തകരും. ഇറാൻ തിരിച്ചടിക്കും. കരാർ തകർത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിന്റെ മേൽ വരും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ട്രംപ് ഇസ്രായേലിനെ കൈവിട്ടേക്കും. അമേരിക്കൻ പിന്തുണ ഇല്ലാതെ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ചുരുക്കത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവെക്കുന്ന കരാർ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ്. അമേരിക്കയും ഇറാനും തങ്ങളുടെ ശത്രുത താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി പന്ത് ഇസ്രായേലിന്റെ കോർട്ടിലാണ്. ട്രംപിന്റെ വാക്കുകേട്ട് നെതന്യാഹു ഈ കരാറിനൊപ്പം നിൽക്കുമോ? അതോ തങ്ങളെ മാറ്റി നിർത്തിയതിനുള്ള പ്രതികാരമായി യുദ്ധം കൂടുതൽ ശക്തമാക്കുമോ? ഇസ്രായേൽ എടുക്കുന്ന നിലപാടായിരിക്കും ഇനി കാര്യങ്ങൾ തീരുമാനിക്കുക.